അപ്പൊ ചോദ്യം അതാണ്, അടുത്തതാര്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും അറസ്റ്റിലായ രണ്ടാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മുരാരി ബാബുവിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയി. മുരാരി ബാബുവിന്റെ അറസ്റ്റോടെ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. പ്രതിപട്ടികയിലുള്ള മറ്റ് ഉദ്യോഗസ്ഥരും വൈകാതെ അറസ്റ്റിലായേക്കുമെന്നാണ് നിഗമനം. അന്വേഷണവുമായി ദേവസ്വം ബോർഡ് സഹകരിക്കുമെന്നും ഏത് ഉദ്യോഗസ്ഥരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ എന്നും ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രശാന്തിന്റെ പ്രതികരണം കാണാം. ഈ മുരാരി ബാബുവിന്റെ അറസ്റ്റ് കിടന്നല്ലോ അല്ലേ? അറിഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? അറിഞ്ഞു. പിന്നെ അതൊരു നിർണായക നീക്കമായിരിക്കും എന്താ തോന്നുന്നത്? അല്ല, മുരാരി ബാബു മാത്രമല്ല, ഇതിൽ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യട്ടെ, അവരെ ചോദ്യം ചെയ്യട്ടെ, എന്നാലേ സത്യം പുറത്തു വരാൻ പറ്റുള്ളൂ. 2019 പിന്നെ അദ്ദേഹം ഏവോ ആയിരുന്നപ്പോഴാണ് ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞ് ബോർഡിലേക്ക് റിപ്പോർട്ട് അയച്ചത്. അത് ശരിയാണ്. അപ്പൊ ഈ വിജയമല്യ സ്വർണം പൂശിയതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ഉറപ്പായിട്ടും. വിവരങ്ങളുമായി TV പ്രസാദും റഹീസ് റഷീദുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. മുരാരി ബാബു അകത്തായിരിക്കുകയാണ്. മുരാരി ബാബു സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് സ്വന്തം തോന്നലിന്റെയോ ഇഷ്ടത്തിന്റെയോ പുറത്തായിരിക്കില്ല എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചെമ്പാക്കിക്കോളൂ എന്ന് മുരാരിയോട് പറഞ്ഞയാളായിരിക്കുമോ അടുത്തത്? ഉറപ്പായും അതിലേക്ക് തന്നെയാണ് ഇനിയിപ്പോൾ അന്വേഷണം എത്തേണ്ടതും സുജയ. പക്ഷേ അതിനു മുമ്പ് തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം മാത്രമേ അതിലേക്ക് എത്തൂ എന്നുള്ളതാണ്. അതിലേക്ക് എത്തുമോ എന്നുള്ളത് മുരാരി ബാബുവിന്റെ മൊഴി പരിശോധിച്ചാൽ മാത്രമേ ഇനിയിപ്പോൾ മനസ്സിലാക്കാനും കഴിയൂ. ഒരു കാര്യം ഉറപ്പാണ് സുജയ പറഞ്ഞതുപോലെ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് എന്തായാലും ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ അത് വെറും ചെമ്പുപാളികളാക്കി എഴുതാനുള്ള ധൈര്യം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും രീതിയിലുള്ള വന്ന് എനിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് സ്വന്തം നിലയ്ക്ക് അപേക്ഷ കൊടുത്തതുമല്ല. ഇതിൻ്റെ എല്ലാം പിറകിൽ ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് മുരാരി ബാബുവിൽ മാത്രം എത്താനുള്ള സാധ്യതയുമില്ല, അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം കഴിഞ്ഞ തവണ ഹൈക്കോടതി കുറച്ചുകൂടി വിഷയത്തിൽ കടുപ്പിച്ചത്. നിങ്ങൾ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം, ദേവസ്വം ബോർഡിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കണം. 19-ലെ ദേവസ്വം ബോർഡ് മാത്രമല്ല, 25-ലെ നിലവിലുള്ള ഈ ദേവസ്വം ബോർഡും പ്രശ്നക്കാരാണ് എന്ന് വരുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഉണ്ടായത്. കാരണം 2019-ലെ തട്ടിപ്പ് മറച്ചു വയ്ക്കാനാണോ 2025-ലും അത് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടത് എന്ന നിർണായകമായ ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി മുരാരി ബാബുവിൽ നിന്ന് കിട്ടുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. TV പ്രസാദ്, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ രണ്ടാം പ്രതി മുരാരി ബാബുവുമായി റാന്നിയിലേക്ക് പോവുകയാണ്. റാന്നി കോടതിയിൽ റഹീസ് റഷീദ് നമുക്കൊപ്പമുണ്ട്. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എപ്പോഴായിരിക്കും മുരാരിയെ എത്തിക്കുക? സുജയ, ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് റാന്നി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കില്ല മുരാരി ബാബുവിനെ എത്തിക്കുക. നിലവിൽ വരുന്നതനുസരിച്ചാണെങ്കിൽ കോടതി നടപടികൾ അവസാനിക്കുന്ന 5 മണിക്ക് ശേഷം മാത്രമായിരിക്കും മുരാരി ബാബുവിനെയും കൂടെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ റാന്നിയിലെത്താൻ സാധിക്കുക. ഏതാണ്ട് ഒരു 5:30 മണിയാകും എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റായ അരുൺകുമാറിന്റെ വസതിയിലായിരിക്കും ഹാജരാക്കുക എന്നാണ് പ്രോസിക്യൂഷനോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രോസിക്യൂഷൻ കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യ ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം തന്നെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുകയും കോടതി അനുവദിക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിൽ തന്നെ മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ന് അറിയുന്നു. ഏതാണ്ട് 5:30 ഇവിടെ എത്തും. ഇതിന് തൊട്ടപ്പുറത്തുള്ള ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയുള്ളത്. 5 മണിക്ക് മുമ്പായി എത്തുകയാണെങ്കിൽ കോടതിയിൽ തന്നെയായിരിക്കും എത്തുക. പക്ഷേ നിലവിൽ വരുന്നതനുസരിച്ച് 5 മണിക്ക് മുമ്പ് ഇവിടെ എത്താനുള്ള സാധ്യത തീരെയില്ല. സുജയ, ശരി. അപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരിക്കും മുരാരി ബാബുവിനെ ഹാജരാക്കുക എന്നതാണ് റഹീസ് റഷീദ് നൽകുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അങ്ങനെ രണ്ടാം പ്രതി മുരാരി ബാബു വരികയാണ് കോടതിയുടെ മുന്നിലേക്ക്, മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക്.